പരിശുദ്ധാത്മാവായ ദൈവമേ, വചനം പങ്കുവയ്ക്കുന്ന എന്നെയും കേൾക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെയും അഭിഷേകം കൊണ്ട് നിറച്ച് മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ആ വലിയ കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വരേണമേ പ്രകാശമേ, ഓ പ്രിയ പരിശുദ്ധാത്മാവേ, തരേണമേ നിൻ വരങ്ങൾ. ഓ പരിശുദ്ധാത്മാവേ, വരേണമേ ആത്മാവേ, പ്രകാശമേ, തരേണമേ നിൻ വരങ്ങൾ. ശാലോമിന്റെ എല്ലാ പ്രേക്ഷകരുടെ മേലും വരേണമേ ഓ ഹല്ലേലൂയ, പ്രകാശമേ, Holy Spirit, mighty Holy Spirit, glorious and mighty Holy Spirit. വരങ്ങൾ വരേണമേ പ്രകാശമേ, തരേണമേ നിൻ വരങ്ങൾ. വലിയ സ്നേഹത്തോടെ നമുക്ക് ചേർന്ന് പാടാം. വരേണമേ പ്രകാശമേ, ദൈവത്തിന്റെ പ്രകാശമേ, തെളിഞ്ഞു നിൽക്കുന്ന പ്രകാശമേ, നിൻ വരങ്ങൾ. ഉയർത്തി പാടാം. വരേണമേ ഓ mighty Holy Spirit, your glory, your glory, your anointing, your power. Mighty, 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 mighty. Oh, the fire of the Holy Spirit. ഒരിക്കൽ കൂടി അഗ്നി അഭിഷേകം, അഗ്നി അഭിഷേകം ഓരോ മകന്റെ മേലും മകളുടെ മേലും ഈ നാളമായി ജ്വാലയായി. Glory, amen. നിൻ വരങ്ങൾ. ഹല്ലേലൂയ. ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ദൈവവചനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് നമ്മൾ ഇന്ന് വാരാന്ത്യ ധ്യാനത്തിന്റെ 2ാമത്തെ ദിവസം പ്രവേശിക്കുകയാണ്. മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ച് ദൈവമക്കളാവുക എന്നതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം. നമുക്കറിയാം, ഒരു വ്യക്തിക്ക് പണമില്ല എങ്കിലും, വിദ്യാഭ്യാസമില്ലെങ്കിലും, ജോലിയില്ലെങ്കിലും, ആരോഗ്യമില്ലെങ്കിലും, യാതൊന്നുമില്ല എങ്കിലും ഇതൊന്നും അദ്ദേഹത്തിന്റെ സ്വർഗ പ്രവേശനത്തിന് തടസ്സമില്ല. എനിക്ക് പണമില്ല എന്നുള്ള കാരണത്താൽ എൻ്റെ സ്വർഗപ്രവേശനം തടയപ്പെടുകയില്ല. എനിക്ക് ഡിഗ്രി ഇല്ല, എനിക്ക് ഇംഗ്ലീഷും മലയാളവും വായിക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് എൻ്റെ സ്വർഗപ്രവേശനം തടയുകയില്ല. എനിക്ക് കിടക്കാൻ ഒരു വീടില്ല, അതുകൊണ്ട് എൻ്റെ സ്വർഗപ്രവേശനം തടയുകയില്ല. ഈ കാരണങ്ങളാൽ ഒന്നും ഒരു മനുഷ്യന്റെ സ്വർഗപ്രവേശനം തടയപ്പെടുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്, ഇഫ് there is no repentance, മാനസാന്തരമില്ല എന്നുണ്ടെങ്കിൽ, മാനസാന്തരപ്പെടാത്ത ഒരു മനുഷ്യന് സ്വർഗത്തിന്റെ കവാടങ്ങൾ കടന്ന് പിതാവിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ലോകം ഇന്നുവരെ കണ്ടിട്ടുള്ള ഏറ്റവും അഭിഷേകം നിറഞ്ഞ വ്യക്തികളിൽ ഒരാളായ ദാവീദ് സങ്കീർത്തനം 51 ഇപ്രകാരം കുറിച്ചു വെക്കുന്നുണ്ട്, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞാൽ, നന്മയും തിന്മയുമായി ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത ഗർഭപാത്രത്തിൽ, ആംനിയോട്ടിക് ഫ്ലൂയിഡിന്റെ അകത്ത് അമ്മയുടെ ഗർഭപാത്രത്തിലെ ആ ദ്രാവകത്തിൽ കിടക്കുന്ന കുഞ്ഞ്, ആ കുഞ്ഞിന്റെ ജനന നിമിഷങ്ങൾ മുതൽ, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ സെക്കൻഡ് മുതൽ പാപിയാണ്, പാപത്തോടെയാണ് ഞാൻ പിറന്നത് എന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ഒരു മനുഷ്യന്റെ അവസ്ഥ എത്ര ദുർഭഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കാണാം, ആദവും ഹവ്വയും വിലക്കപ്പെട്ട പഴം പറിച്ചു തിന്നത് വളരെ കൂളായിട്ട് നമ്മൾ ദൈവവചനത്തിൽ വായിച്ചു പോകരുത്. അതിന് വലിയ അർത്ഥമുണ്ട്. നമുക്കറിയാം, ഇന്ന് നമ്മൾ രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ്, ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്ന ലഞ്ച്, ഇന്ന് നമ്മൾ രാത്രി കഴിക്കുന്ന ഡിന്നർ, ഇതെല്ലാം ഏതാണ്ട് 3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ശരീരത്തിൽ ആഗിരണം ചെയ്യപ്പെടുന്നു, വലിച്ചെടുക്കപ്പെടുന്നു, അബ്സോർബ് ചെയ്യപ്പെടുന്നു, രക്തത്തിലൂടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിച്ചേരുന്നു. ഉച്ചി മുതൽ ഉള്ളംകാൽ വരെ നമ്മൾ കഴിച്ച ഭക്ഷണം എത്തിച്ചേരുന്നു.
അത് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി തീരുന്നു. ഹല്ലേലൂയ. നാം വിഷമാണ് കഴിച്ചതെങ്കിൽ ആ വിഷം ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിച്ചേരുന്നു. നാം നല്ല പ്രോട്ടീനും നല്ല കാർബോഹൈഡ്രേറ്റും നല്ല വൈറ്റമിൻസും ഒക്കെയാണ് കഴിക്കുന്നതെങ്കിൽ അതും ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിച്ചേരുന്നു. നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നത് നമ്മുടെ ശരീരം മുഴുവനും വ്യക്തിത്വം മുഴുവനും എത്തിച്ചേരുന്നു എന്ന് കർത്താവിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സാത്താൻ ഊതിയ വിഷമുള്ള കാറ്റേറ്റ പഴം, ശ്രദ്ധിച്ചു കേൾക്കണം, സാത്താൻ തന്റെ കരങ്ങളിലെടുത്ത് ഊതിയ പഴം, സാത്താന്റെ ശ്വാസമേറ്റ പഴം, സാത്താന്റെ ദുർഗന്ധമേറ്റ പഴം, സാത്താന്റെ വൃത്തികെട്ട പാപം നിറഞ്ഞ കാറ്റ് ഏറ്റ പഴം ഹൗവ തന്റെ കൈകളിലേന്തി കഴിച്ചപ്പോൾ അതവളുടെ ശരീരം മുഴുവൻ നിറഞ്ഞു. ആദം കഴിച്ചപ്പോൾ അത് ആദത്തിന്റെ ശരീരം മുഴുവൻ നിറഞ്ഞു, അവന്റെ വ്യക്തിത്വം മുഴുവൻ നിറഞ്ഞു. പിശാചിന്റെ സ്വഭാവം അവൻ പോലും അറിയാതെ, അവൾ പോലും അറിയാതെ അവളുടെ ഉള്ളിലേക്ക് കടന്നു വന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അനേക വർഷങ്ങൾക്ക് മുൻപ് റഷ്യയിൽ ചെർണോബിൽ എന്ന് പറയുന്ന ആണവ ദുരന്തമുണ്ടായത് നിങ്ങൾ കുറെ പേരെങ്കിലും പത്രങ്ങളിലൂടെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ആ ആണവ ദുരന്തത്തിൽ ആണവ കിരണങ്ങൾ, റേഡിയേഷനുകൾ ഏറ്റ മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങളായി ജനിക്കുന്ന സകല കുഞ്ഞുങ്ങൾക്കും ഇത്രയും വർഷം കഴിഞ്ഞിട്ടും, തലമുറകൾ പലത് കഴിഞ്ഞിട്ടും, ആ റേഡിയേഷന്റെ ഫലങ്ങളായ അനേക ദുരന്തങ്ങൾ, മാരക രോഗങ്ങൾ, ക്യാൻസറുകൾ, അംഗവൈകല്യങ്ങൾ, മന്ദബുദ്ധികൾ, ഹൃദയം തകർന്നു പോയവർ, വാൽവ് തകരാറിലായവർ, ഇന്നും അതിന്റെ ഫലമായി ജനിക്കുന്ന കുഞ്ഞുങ്ങൾ വലിയ അപകടം ഏറ്റുവാങ്ങുകയാണ്. ഞാൻ പറയട്ടെ, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പിശാചിന്റെ ശ്വാസമേറ്റ പഴം നമ്മുടെ പൂർവ്വമാതാവും പൂർവ്വപിതാവും അകത്തേക്ക് ഭക്ഷിച്ചതിന്റെ ഫലമായി അവരുടെ വ്യക്തിത്വത്തിൽ ഏറ്റുവാങ്ങിയ സാത്താന്യ സ്വഭാവം ഇന്നും നമ്മളെ ഓരോരുത്തരെയും ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു കുഞ്ഞ് ഉദാഹരണം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. നമ്മൾ സാധാരണയായിട്ട് പറയാറുണ്ട് കുഞ്ഞുങ്ങൾ വിശുദ്ധരാണ്. പക്ഷെ തെറ്റാണ്, കുഞ്ഞുങ്ങൾ വിശുദ്ധരല്ല. അവരെ വേണമെങ്കിൽ നമുക്ക് നിഷ്കളങ്കർ എന്ന് വേണേൽ വിളിക്കാം, പക്ഷെ അവരൊരിക്കലും വിശുദ്ധരല്ല. ഞാനൊരു ചെറിയ ഉദാഹരണത്തിലൂടെ ഇത് വ്യക്തമാക്കാം. ഒരു അമ്മ തൻ്റെ 2 വയസ്സുള്ള കുഞ്ഞിനെ മടിയിലിരുത്തി കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുഞ്ഞ് അമ്മയുടെ മടിയിലിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് തൊട്ടടുത്ത വീട്ടിലെ അമ്മ അതിൻ്റെ 2 വയസ്സുള്ള കുഞ്ഞുമാട്ട് തോളിലിട്ടുകൊണ്ട് ആദ്യത്തെ അമ്മയുടെ ഭവനത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പം ആ അയൽക്കാരിയുടെ 2 വയസ്സുള്ള കുഞ്ഞുമാട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ ഈ വീട്ടുകാരി തൻ്റെ മടിയിലിരുന്ന 2 വയസ്സുള്ള കുഞ്ഞിനെ എടുത്ത് തറയിലേക്ക് ഇരുത്തിയിട്ട് അയൽക്കാരുടെ കുഞ്ഞിനെ തോളിലെടുത്ത് രാരിരാരോ രാരിരാരോ പാടാനായിട്ട് തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് സംഭവിക്കുന്നത്? ഈ അമ്മയുടെ മടിയിലിരുന്ന കുഞ്ഞിനെ തറയിലെടുത്ത് ഇരുത്തപ്പെട്ട കുഞ്ഞ് ആദ്യം കുറച്ചു നേരം മിണ്ടാതിരുന്നുവെങ്കിലും രാരിരാരോ രാരിരാരോ പാട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുഞ്ഞ് അസ്വസ്ഥമാകുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് കരയാൻ തുടങ്ങുന്നു. കുറച്ച് കഴിഞ്ഞിട്ടും അമ്മ മൈൻഡ് ചെയ്തില്ല എന്ന് കണ്ടപ്പോൾ അടുത്തിരുന്ന ഒരു ടോയ് എടുത്ത് വലിച്ചെറിയുന്നു. പിന്നീട് അവിടെ മുഴുവൻ ചവിട്ടി തുള്ളി അവിടെ മുഴുവൻ അലങ്കോലമാക്കിക്കൊണ്ട് കറങ്ങി നടക്കുന്നു. ഈ അമ്മ മറ്റേ കുഞ്ഞിനെ താഴെ വെച്ച് ഈ കരഞ്ഞ കുഞ്ഞിനെ തോളിലെടുക്കുന്നത് വരെ കുഞ്ഞിന്റെ കരച്ചിൽ തുടരുന്നു. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. ഈ 2 വയസ്സുള്ള കുഞ്ഞിനെ ആരാണ് പഠിപ്പിച്ചു കൊടുത്തത്? അമ്മ മടിയിലിരുത്തിയ കുഞ്ഞിനെ താഴെ വെച്ച് അയൽ വീട്ടിലെ കുഞ്ഞിനെ എടുത്ത് തോളിലിട്ട് രാരിരാരോ പാടിയാൽ നീ കരയണമെന്ന് ആരാണ് ഈ കുഞ്ഞിന് കോച്ചിങ് കൊടുത്തത്? ആരാണ് ഈ കുഞ്ഞിനെ അസൂയപ്പെടണം എന്ന് പഠിപ്പിച്ചു കൊടുത്തത്? ആരാണ് ഈ കുഞ്ഞിനെ അസ്വസ്ഥപ്പെടണം എന്ന് പഠിപ്പിച്ചു കൊടുത്തത്? കരഞ്ഞ് ബഹളം വെച്ച് അസ്വസ്ഥത ഉണ്ടാക്കിയാൽ മാത്രമേ ഫലം കിട്ടത്തുള്ളൂ എന്ന് ആരാണ് പഠിപ്പിച്ചു കൊടുത്തത്? ആരും പഠിപ്പിച്ചു കൊടുത്തതല്ല. അതിന്റെ ഉത്തരമാണ് 51-ാം സങ്കീർത്തനത്തിൽ നമ്മൾ ഇത് കണ്ടത്. ദാവീദ് മഹാരാജാവ് പരിശുദ്ധാത്മാവിന്റെ ഇൻസ്പിറേഷനാൽ പറയുകയാണ്, ദൈവമേ, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. ഐ ആം എ സിന്നർ മൈ ലോർഡ്. ഞാനൊരു പാപിയാണ്, എനിക്കത് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നു. ഞാൻ പാപം ചെയ്തത് കൊണ്ടല്ല ഞാൻ പാപിയാകുന്നത്, ഞാൻ പാപിയായതുകൊണ്ടാ പാപം ചെയ്യുന്നത്. ഒരു മാവ് മാങ്ങ പുറപ്പെടുവിക്കുന്നത് മാവായതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, അത് മാങ്ങ പുറപ്പെടുവിക്കുന്നത് കൊണ്ടല്ല അത് മാവാകുന്നത്, അത് മാവായതുകൊണ്ടാണ് മാങ്ങ പുറപ്പെടുവിക്കുന്നത്. തേങ്ങ പുറപ്പെടുവിക്കുന്നത് കൊണ്ടല്ല തെങ്ങാകുന്നത്, പകരം തെങ്ങായതുകൊണ്ടാണ് തേങ്ങ പുറപ്പെടുവിക്കുന്നത്. മനുഷ്യൻ പാപം ചെയ്യുന്നത് കൊണ്ടല്ല പാപിയാകുന്നത്, പകരം അവൻ പാപി ആയതുകൊണ്ടാണ് പാപം ചെയ്യുന്നത് എന്ന സത്യം ബൈബിൾ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ വേരിലാണ് പ്രോബ്ലം കിടക്കുന്നത്. ഇറ്റ്സ് എ റൂട്ട് പ്രോബ്ലം. അത് നമ്മുടെ വേരിന്റെ പ്രോബ്ലമാണ്. ഇവിടെയാണ്
ബൈബിൾ വ്യത്യസ്തമാകുന്നത്. ബൈബിളിലെ സത്യങ്ങൾ ആഴമേറിയതാണ്, തികച്ചും പ്രാക്ടിക്കലാണ്. അത് തികച്ചും വ്യത്യസ്തമായ ഒരു സത്യത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ഞാൻ ഇന്നത്തെ നമ്മുടെ വാരാന്ത്യ ധ്യാനത്തിൽ മാനസാന്തരം എന്ന വിഷയം, പാപവും മാനസാന്തരവും, പാപത്തിൽ നിന്നുള്ള വിടുതൽ, മാനസാന്തരത്തിലൂടെ ദൈവ പൈതലായി തീരുക എന്നീ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ ബൈബിളിലെ ആഴമേറിയ സത്യങ്ങൾ പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒന്നാമതായി, മാനസാന്തരം എന്ന് പറയുന്നത് ദൈവവചനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നായി ബൈബിൾ അവതരിപ്പിക്കുന്നു. നമുക്കറിയാം, യേശു ക്രിസ്തുവിന്റെ വരവിന് തൊട്ടു മുൻപായി കാഹളം മുഴക്കിക്കൊണ്ട് കടന്നു വന്ന പ്രവാചകനാണ് സ്നാപക യോഹന്നാൻ. നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ മന്ത്രിമാര് പോകുമ്പോൾ ഒരു 5-6 പോലീസ് ജീപ്പ് പടപടാ നാഷണൽ ഹൈവേയിലൂടെ പോകുമ്പോൾ നമുക്കറിയാം ഏതോ ഒരു മന്ത്രി വരുന്നുണ്ട്. ആളുകളെല്ലാം പേടിച്ച് ഇടത്തോട്ടും വലത്തോട്ടും ചാടുകയാണ്. അപാരമായ സ്പീഡിൽ സകല ട്രാഫിക് നിയമങ്ങളെയും തെറ്റിച്ചുകൊണ്ട് 5-6 പോലീസ് ജീപ്പുകൾ വേഗത്തിൽ പോകുമ്പോൾ അറിയാം ഏതോ ഒരു മന്ത്രി പുറകെ വരുന്നുണ്ട്. അതിന്റെ അടയാളമാണത്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ചരിത്രത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു പ്രവാചകൻ കടന്നു വരുന്നു. ഒട്ടകരോമങ്ങൾ കൊണ്ടുള്ള വസ്ത്രം ധരിച്ച് കയ്യിൽ ഒരു വടിയുമായി തികച്ചും പരുക്കൻ ശബ്ദത്തിൽ ഒരു പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, എന്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവന്റെ ചെരുപ്പഴിക്കാൻ എനിക്ക് യോഗ്യതയില്ല. He will baptize you with the Holy Spirit and fire. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനപ്പെടുത്തും. ആളുകൾക്കൊക്കെ സന്തോഷമായി. തീ കൊണ്ടുള്ള സ്നാനമോ? വെള്ളത്തിൽ കുളിക്കുന്നതിനെ പറ്റി കേട്ടിട്ടുണ്ട്, തീ കൊണ്ട് കുളിക്കുന്നതിനെ പറ്റി ആദ്യമായിട്ട് കേൾക്കുക. അതെ, ജോൺ ദ ബാപ്റ്റിസ്റ്റ് സ്നാപക യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, എന്റെ പിന്നാലെ വരുന്നവൻ, അവൻ നിങ്ങളെ തീ കൊണ്ട് കുളിപ്പിക്കും. He will baptize you with the Holy Spirit and fire. പരിശുദ്ധാത്മാവിനാലും തീയിനാലും സ്നാനപ്പെടും. പക്ഷെ അത് എല്ലാവർക്കും ഉള്ളതല്ല. പകരം മാനസാന്തരപ്പെട്ട് വഴിയൊരുക്കുന്നവർക്കുള്ളതാണ്. കുന്നുകൾ, അഹങ്കാരത്തിന്റെ കുന്നുകൾ ഇടിച്ച് നിരപ്പാക്കാൻ വില കൊടുക്കുന്നവർക്കുള്ളതാണ്. പാപത്തിന്റെ താഴ്വരകൾ നികത്തുവാൻ വില കൊടുക്കുന്നവർക്കുള്ളതാണ്. വളഞ്ഞ വഴികൾ നേരെയാക്കാൻ മാനസാന്തരത്തിന്റെ വില കൊടുക്കുന്നവർക്കുള്ളതാണ്. പരുപരുത്ത സ്വഭാവം മൃദുവാക്കാൻ ദൈവത്തിന് മുമ്പിൽ കരയുന്നവർക്കുള്ളതാണ് പരിശുദ്ധാത്മാവിനുള്ള തീ. അതേ പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ മുന്നോടിയായിട്ട് വന്ന യോഹന്നാന്റെ പ്രധാനപ്പെട്ട മെസ്സേജ് മാനസാന്തരം എന്നാണ്. ഇന്ന് ഒരുപാട് പ്രസംഗരും, ആരെയും കുറ്റം പറയുന്നതല്ല, അഭിവൃദ്ധിയെക്കുറിച്ച് മാത്രം പ്രസംഗിക്കുന്നു. സത്യമാണ്, ദൈവം അനുഗ്രഹിക്കും, ദൈവം അഭിവൃദ്ധി തരും, അത് എനിക്കും നിങ്ങൾക്കും അറിയാം. പക്ഷേ പാപത്തെക്കുറിച്ചോ മാനസാന്തരത്തെക്കുറിച്ചോ പറയാത്ത പ്രസംഗങ്ങൾ ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ ഫലം പുറപ്പെടുവിക്കുകയില്ല. കാരണം നമ്മുടെ റൂട്ട് പ്രോബ്ലം അവിടെ ഇരിക്കുകയാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ക്യാൻസറിനേക്കാളും ഭീകരമാണ് പാപമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ക്യാൻസർ വന്ന് മരിക്കുന്ന രോഗിക്കും സ്വർഗത്ത് പോകാം, പക്ഷേ പാപത്തിന്റെ പനി പിടിച്ച വ്യക്തിക്ക് പോലും മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ സ്വർഗത്ത് പോകാൻ സാധ്യമല്ല. അതുകൊണ്ട് സ്നാപക യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, മാനസാന്തരപ്പെടുവിൻ. കർത്താവ് യേശു ക്രിസ്തുവിന്റെ ആദ്യത്തെ പ്രസംഗം ഇതാണ്, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് നിയർ. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. കർത്താവിന്റെ പ്രസംഗവും അത് തന്നെയായിരുന്നു. അപ്പോസ്തലന്മാരുടെ പ്രസംഗവും അത് തന്നെയായിരുന്നു. പത്രോസിന്റെ ആദ്യത്തെ പ്രസംഗവും അതായിരുന്നു. ജനങ്ങൾ ചോദിച്ചു, രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുവിൻ. മാനസാന്തരപ്പെടുവിൻ എന്നുള്ള മെസ്സേജ് സഭയുടെ മെസ്സേജാണ്. കാരണം ദൈവത്തെയും മനുഷ്യരെയും തമ്മിൽ അകറ്റുന്ന വലിയ ഒരു മതിലാണ് പാപം. ദൈവത്തെ തൊടുവാനോ അനുഭവിക്കാനോ സാധിക്കാതെ മനുഷ്യനെ തടഞ്ഞു നിർത്തുന്ന ഒരു മതിലാണ് പാപം. അത് ഇടിച്ചു കളയാൻ മാനസാന്തരത്തിലൂടെ മാത്രമേ സാധിക്കൂ. എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ മാത്രമേ സാധിക്കൂ. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസിന്റെ വചനത്തിൽ ഉടനീളം മാനസാന്തരപ്പെടുവിൻ എന്ന പ്രയോഗം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ചുരുക്കത്തിൽ ദൈവവചനം ഉടനീളം, അപ്പോസ്തല പ്രവർത്തനം 17:30, ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാ ജനങ്ങളും പശ്ചാത്തപിക്കണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ജാതി മതസ്ഥരും, എല്ലാ രാജ്യക്കാരും, എല്ലാ ഗോത്രക്കാരും, ആഫ്രിക്കക്കാരോ അമേരിക്കക്കാരോ ആരോ ആയിക്കോട്ടെ, എവിടെയാണെങ്കിലും ഏത് ദേശത്തിരുന്നാലും കർത്താവ് പറയുന്നു, ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും. ആക്സ് 17:30, അപ്പോസ്തല പ്രവർത്തനം 17:30, ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും അനുതപിക്കണമെന്ന് ദൈവം ആവശ്യപ്പെടുന്നു. മത്തായി സുവിശേഷം 18:3, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഹല്ലേലൂയ. രണ്ടാമതായി, മാനസാന്തരം വളരെ യഥാർത്ഥമായ ഒരു കാര്യമാണ്. ഇന്ന് സകലതും ലൈറ്റ് വെയിറ്റ് ആണ്. പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഫേർണിച്ചറുകൾ, ഭാരമില്ലാത്ത കട്ടിലുകൾ, ഫാസ്റ്റ് ഫുഡിന്റെ യുഗമാണ്. ചെന്നാൽ ഉടനെ ചിക്കൻ ഫ്രൈ കിട്ടുന്നു, എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നു.
മൈക്രോവേവിൽ വെച്ച് ചൂടാക്കി തരുന്നു. എല്ലാം വളരെ പെട്ടെന്നാണ്. ഒരു ലൈറ്റ് വെയിറ്റിന്റെ കാലഘട്ടമാണ്. അതുകൊണ്ട് മനുഷ്യർ പലപ്പോഴും ചിന്തിക്കുന്നു മാനസാന്തരം എന്ന് പറയുന്നതും ഒരു ലൈറ്റ് വെയിറ്റ് പ്രയോഗമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ഫാസ്റ്റ് ഫുഡും ഇല്ല, ലൈറ്റ് വെയിറ്റും ഇല്ല. അവിടെ നിന്ന് മാറ്റമില്ലാത്തവനാണ്. ദൈവത്തിന്റെ വചനം പറയാണ്, ദൈവം മാറ്റമില്ലാത്തവനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു യഥാർത്ഥ മാനസാന്തരം. ചുങ്കക്കാരൻ മത്തായിയുടെ മാനസാന്തരം യഥാർത്ഥത്തിലുള്ള മാനസാന്തരമാണ്. സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന സാവൂൾ വിശുദ്ധ പൗലോസായി മാറിയത് യഥാർത്ഥ മാനസാന്തരമാണ്. അനേക പുരുഷന്മാരോടൊപ്പം കിടക്ക പങ്കുവെച്ച മഗ്ദല മറിയത്തിന്റെ മാനസാന്തരം യഥാർത്ഥ മാനസാന്തരമാണ്. പണത്തെ ദൈവമായി കണ്ട സക്കേവൂസിന്റെ മാനസാന്തരം യഥാർത്ഥ മാനസാന്തരമാണ്. അഗസ്തീനോസിന്റെ മാനസാന്തരം യഥാർത്ഥ മാനസാന്തരമാണ്. അഗസ്റ്റിന്റെ മാനസാന്തരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആയിരക്കണക്കിന് സ്ത്രീകളുമായി പാപം ചെയ്ത അഗസ്റ്റിൻ. നിങ്ങൾ ഓർക്കണം, ഞാൻ എൻ്റെ ഒരു ധ്യാനത്തിലും ഒരു ശുശ്രൂഷകളിലും സത്യത്തിൽ അഗസ്റ്റിനെ പോലെ പാപം ചെയ്ത ഒരു മനുഷ്യനെയും ഞാൻ ഇന്നുവരെ കേരളത്തിൽ കണ്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസം ഓരോ പെണ്ണിന്റെ കൂടെ പാപം ചെയ്ത് ജഡിക സുഖങ്ങളിൽ മുഴുകിയിരുന്ന അഗസ്റ്റീനോസിന്റെ മാനസാന്തരം ലോകം കണ്ട ഏറ്റവും നല്ല മാനസാന്തരങ്ങളിൽ ഒന്ന് തന്നെയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അഗസ്റ്റിന്റെ മാനസാന്തരം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് അഗസ്റ്റിൻ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരു 2 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് കാതറിൻ എന്ന് പേരുള്ള അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടി അഗസ്റ്റിനെ വിളിക്കുന്നുണ്ട്. അഗസ്റ്റിൻ, നിന്നെ 2 മാസമായിട്ട് കാണുന്നില്ലല്ലോ. അഗസ്റ്റിൻ ചെവി കേൾക്കാത്തതുപോലെ നടന്നുപോയി. കാതറിൻ എന്ന പെൺകുട്ടി വീട്ടിൽ നിന്നും താഴേക്ക് ഇറങ്ങി വന്ന് അഗസ്റ്റിന്റെ മുൻപിൽ വന്ന് കൈവിരിച്ചു പിടിച്ചിട്ട് വഴി തടഞ്ഞിട്ട് പറഞ്ഞു, അഗസ്റ്റിൻ, നിനക്കെന്തു പറ്റി? അഗസ്റ്റിൻ അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞു, കാതറിൻ, നീ ആ പഴയ കാതറിൻ തന്നെയാ. എന്നാൽ അഗസ്റ്റിൻ, നിനക്കറിയാവുന്ന അഗസ്റ്റിൻ 2 മാസങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. അവൻ യേശുവിനോടുകൂടെ കുരിശിൽ അടക്കപ്പെട്ടു. അവൻ കല്ലറയ്ക്കുള്ളിലേക്ക് ഇറങ്ങി. നീ ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന അഗസ്റ്റിൻ യേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ മറ്റൊരു അഗസ്റ്റിനാണ്. നിന്നോടുകൂടെ കിടക്ക പങ്കുവെച്ച അഗസ്റ്റിനെ എനിക്കറിഞ്ഞുകൂടാ. അവൻ മരിച്ചിട്ട് 2 മാസമായി. നീ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അഗസ്റ്റിൻ പുതിയ അഗസ്റ്റിന്. ഈസ് എ ന്യൂ ക്രിയേഷൻ ഇൻ ക്രൈസ്റ്റ് ജീസസ്. കൊറിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ നമ്മൾ കാണുന്നു, യേശു ക്രിസ്തുവിലായിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി. അഗസ്റ്റിൻ പറഞ്ഞു, വ്യഭിചാരം ചെയ്ത അഗസ്റ്റിനോ അങ്ങനെ ഒരു അഗസ്റ്റിനെ കുറിച്ച് എനിക്ക് അറിയത്തു പോലുമില്ല, ഇത് പുതിയ അഗസ്റ്റിന. പ്രിയപ്പെട്ടവരെ, അഗസ്റ്റിന്റെ മാനസാന്തരം ഒരു ലൈറ്റ് വെയിറ്റ് മാനസാന്തരമല്ല. നിങ്ങൾ ജോൺ ന്യൂട്ടൺ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. അമേസിംഗ് ഗ്രേസ് എന്ന മനോഹരമായ ഇംഗ്ലീഷ് പാട്ടെഴുതിയത് ജോൺ ന്യൂട്ടൺ ആണ്. ജോൺ ന്യൂട്ടന്റെ ജീവിതം അഗസ്റ്റിനേക്കാളും കഷ്ടമായിരുന്നു. ആഫ്രിക്കൻ കാടുകളിലേക്ക് ചെന്ന്, അതിന്റെ അപ്പുറമുള്ള ആഫ്രിക്കൻ കരകളിലേക്ക് ചെന്ന്, ഓരോ കുടിലുകളിലേക്കും ചെന്ന് തോക്ക് നീട്ടി, ഭർത്താവിന്റെ കഴുത്തിന്റെ നേരെ വലിയൊരു തോക്കെടുത്ത് നീട്ടി, ഭാര്യയുടെ മക്കളുടെ മുൻപിൽ വെച്ച് ഭർത്താവിനെ ചങ്ങല കൊണ്ട് കെട്ടി, പേപ്പട്ടിയെ വലിച്ചു കൊണ്ടുപോകുന്നത് പോലെ വലിച്ച് മണ്ണിലൂടെ ഇഴച്ച് തീരത്ത് കിടക്കുന്ന കപ്പലിൽ കൊണ്ടുപോയി കെട്ടിയിട്ട് 100 കണക്കിന് 1000 പാവപ്പെട്ട ആഫ്രിക്കക്കാരായ ആണുങ്ങളെ അവരുടെ ഭാര്യയുടെയും മക്കളുടെയും മുൻപിലൂടെ അടിമകളായി വലിച്ചിഴച്ച് തോക്ക് കാണിച്ച് പീഡിപ്പിച്ചു കൊണ്ടുപോയി. ആരെങ്കിലും എതിർത്താൽ അവരെ വെടിവെച്ച് കൊന്ന് ക്രൂരന്മാരിൽ ക്രൂരനായ ഒരു മനുഷ്യനായി ഈ ആഫ്രിക്കയിൽ നിന്നും അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലൂടെ ഈ കപ്പലിൽ അടിമകളെ കൊണ്ടുവന്ന് അമേരിക്കയിലെ ചന്തകളിൽ വിറ്റ് കോടിക്കണക്കിന് ഡോളർ സ്വന്തമാക്കി എല്ലാ പാപത്തിലും മുഴുകി നടന്നിരുന്ന ജോൺ ന്യൂട്ടൺ ഒരിക്കൽ 100 കണക്കിന് അടിമകളുമായി കപ്പലിൽ വരുമ്പോൾ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ വെച്ച് വലിയൊരു കൊടുങ്കാറ്റുണ്ടായി. ആ കൊടുങ്കാറ്റിന്റെ മധ്യത്തിൽ ക്യാപ്റ്റൻ ജോൺ ന്യൂട്ടനോട് പറഞ്ഞു, സർ ജോൺ ന്യൂട്ടൺ, നമ്മൾ ആരും കര കാണുകയില്ല, നമ്മൾ മരിക്കാൻ പോവുകയാണ്. നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ മുങ്ങിത്താഴും. കൊടുങ്കാറ്റിനെ കീഴടക്കാൻ നമ്മളെ കൊണ്ട് ആരെക്കൊണ്ടും സാധ്യമല്ല. ജോൺ ന്യൂട്ടന് മനസ്സിലായി തന്റെ ജീവിതം അവസാനിക്കുകയാണ്. അവന്റെ ഓർമ്മകൾ പുറകോട്ട് പോയി. അനേക വർഷങ്ങൾക്ക് മുമ്പ് തന്റെ അമ്മ അവനെ പള്ളിയിൽ കൊണ്ടുപോയി കൈ കൂപ്പിപ്പിടിച്ച് യേശുവേ നിന്നെ ഞാൻ ആരാധിക്കുന്നു എന്ന് പഠിപ്പിച്ചതിന്റെ ഓർമ്മകൾ, അമ്മയുടെ കൈക്ക് പിടിച്ച് പള്ളിയിൽ പോയി ദൈവത്തെ സ്നേഹിച്ചതിന്റെ ഓർമ്മകൾ ആ മനസ്സിലേക്ക് കടന്നു വന്നു. തന്റെ ജീവിതം വഴിപിഴച്ചു പോയി. താൻ ഒരു വലിയ പാപിയായി തീർന്നിരിക്കുന്നു. മരണം മുന്നിൽ കണ്ട ജോൺ ന്യൂട്ടൺ തന്റെ മുറിയിൽ ചെന്ന് ആടിക്കൊണ്ടിരിക്കുന്ന കപ്പലിന്റെ മുറിയിൽ മുട്ടുകുത്തി. അവൻ കൈകൾ കൂപ്പി വിളിച്ചു പറഞ്ഞു, കർത്താവായ യേശുവേ, എന്റെ ജീവിതം മടക്കി തരാമെങ്കിൽ ഞാൻ നിനക്കാട്ട് ജീവിക്കും. ഒരിക്കലും ഞാൻ പാപത്തിന്റെ വഴിയെ പോകത്തില്ല. ഞാൻ ഈ അടിമകളെ മുഴുവൻ സ്വതന്ത്രമാക്കും. മാത്രമല്ല, ഞാൻ സമ്പാദിച്ച കോടിക്കണക്കിന് ഡോളർ കൊണ്ട് എനിക്ക് പറ്റാവുന്നത്ര അടിമകളെ ഞാൻ അടിമച്ചന്തയിൽ നിന്ന് വാങ്ങിച്ച് സ്വതന്ത്രമാക്കും. അവന്റെ നിലവിളി ആകാശത്തേക്ക് ഉയർന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് അത് കേട്ടു. 121-ാം സങ്കീർത്തനം ഇപ്രകാരം നമ്മൾ പറയുന്നു, ഞാൻ പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം ആകാശത്തുനിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. ജോൺ ന്യൂട്ടന്റെ നിലവിളി മേഘപാളികളെ കീറി സ്വർഗത്തിലെ പിതാവിന്റെ സന്നിധിയിലെത്തി. ദൈവം തന്റെ കരം നീട്ടി കൊടുങ്കാറ്റിനെ ശാസിച്ചു. കടൽ ശാന്തമായി.
കാറ്റ് ശമിച്ചു. ക്യാപ്റ്റൻ അത്ഭുതപ്പെട്ട് ഓടി വന്നിട്ട് പറഞ്ഞു, ജോൺ ന്യൂട്ടൺ, നമ്മുടെ ജീവൻ രക്ഷപ്പെട്ടു, നാം ആരും മരിക്കത്തില്ല. പെട്ടെന്ന് മുട്ടുകുത്തി നിന്നിരുന്ന ജോൺ ന്യൂട്ടൺ എഴുന്നേറ്റ് ചെന്ന് ഓരോ കറുത്ത വർഗ്ഗക്കാരായ അടിമയുടെയും കൈകളിൽ നിന്നും കാലുകളിൽ നിന്നും ചങ്ങലകൾ അഴിച്ചു മാറ്റി അവരെ വാരി പുണർന്നുകൊണ്ട് പറഞ്ഞു, യു ആർ മൈ ബ്രദർ ഇൻ ക്രൈസ്റ്റ് ജീസസ്. നീ യേശു ക്രിസ്തുവിൽ എന്റെ സഹോദരനാണ്, നീ സ്വതന്ത്രനായിരിക്കുന്നു. നീ യേശു ക്രിസ്തുവിൽ എന്റെ സഹോദരനാണ്, നീ സ്വതന്ത്രനായിരിക്കുന്നു. ഓരോ ചങ്ങലകളും ജോൺ ന്യൂട്ടൺ അഴിച്ചുവിട്ടു. പ്രിയപ്പെട്ടവരെ, അടിമകൾക്ക് അത്ഭുതമായി. തങ്ങളുടെ മുൻപിലൂടെ ഒരു സിംഹത്തെ പോലെ ആഫ്രിക്കയിലൂടെ തോക്കുമായിട്ട് ചുറ്റി നടന്ന മനുഷ്യൻ എന്താണ് സംഭവിച്ചത്? അദ്ദേഹം എല്ലാ അടിമകളെയും സ്വതന്ത്രമാക്കി. പ്രിയപ്പെട്ടവരെ, അവരെ മുഴുവൻ അദ്ദേഹം കപ്പലിൽ തിരിച്ചു കൊണ്ടുപോയി ആഫ്രിക്കയിൽ ഇറക്കി. അദ്ദേഹം യേശുവിന് കൊടുത്ത വാക്ക് പാലിച്ചു. അമേരിക്കയിൽ തിരിച്ചു വന്ന മനുഷ്യൻ കോടിക്കണക്കിന് ഡോളറുകൾ ചിലവഴിച്ച് ആയിരക്കണക്കിന് അടിമകളെ വിലയ്ക്ക് വാങ്ങിച്ചിട്ട് സ്വതന്ത്രരാക്കി തിരിച്ച് ആഫ്രിക്കയിൽ കൊണ്ടുപോയി ആക്കി കൊടുത്തു. അദ്ദേഹത്തിന്റെ മാനസാന്തരം ജനുവിനായിരുന്നു. അദ്ദേഹം എഴുതിയ ഗാനമാണ് അമേസിംഗ് ഗ്രേസ്. അത്ഭുതമായ കൃപ. അതിന്റെ മലയാളം ഞാൻ പറയാം, മഹാകൃപ, ദൈവത്തിന്റെ മഹാകൃപ, വാക്കുകൾക്ക് വിവരിക്കാനാവാത്ത ദൈവകൃപ. പാപികളിൽ ഒന്നാമനായി എന്നെ രക്ഷിച്ച് സ്വർഗത്തിന് അവകാശമാക്കി മാറ്റിയ മഹാകൃപ, ദൈവത്തിന്റെ മഹാകൃപ, ദൈവത്തിന്റെ മഹാകൃപ. ശേഷിച്ച കാലം മുഴുവൻ സുവിശേഷവുമായിട്ട് ലോകം മുഴുവൻ ഓടി നടന്ന് യേശു ക്രിസ്തുവിനെ കൊടുത്ത ജോൺ ന്യൂട്ടന്റെ മാനസാന്തരം യഥാർത്ഥമല്ലേ പ്രിയപ്പെട്ടവരെ? പ്ലാസ്റ്റിക് യുഗമാണെങ്കിലും മാനസാന്തരം യഥാർത്ഥമായിരിക്കണമെന്ന് ദൈവം പറയുന്നു. ഗലാത്യർ 6:15, പരിച്ഛേദന കർമ്മം നടത്തുന്നതോ നടത്താത്തതിലോ കാര്യമില്ല, ഒരു പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനം എന്ന് പറഞ്ഞ പച്ചയ്ക്ക് ഞാൻ പറയാം, ആചാര അനുഷ്ഠാനങ്ങൾ നടത്തുന്നതോ നടത്താത്തതോ അല്ല കാര്യം. നമ്മുടെ ഹൃദയം പുതിയതായി തീരുന്നതും നമ്മുടെ ജീവിതം പുതിയതായി തീരുന്നതുമാണ് പരമപ്രധാനമായ കാര്യം. ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും 2ാം സ്ഥാനമേ ഉള്ളൂ. ഹൃദയം ദൈവത്തിന് മുമ്പിൽ കീറി ഒരു പുതിയ സൃഷ്ടിയാകുന്നതാണ് പരമപ്രധാനമെന്ന് ദൈവം പറയുന്നു. പ്രിയപ്പെട്ടവരെ, സഭയുടെ ചരിത്രം മനോഹരമാണ്. സഭയുടെ മനോഹരമായ ഒരു സംഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. അനേക സംഭവങ്ങളിൽ ഒന്നാണ് വിശുദ്ധ പെലേജിയ എന്ന് പറയുന്ന ഒരു വിശുദ്ധയെക്കുറിച്ച് നിങ്ങൾ ചിലപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും, അനേകര് കേട്ടിട്ടുമില്ലായിരിക്കും. വിശുദ്ധ ക്രിസോസ്റ്റത്തിന്റെ ഒരു പ്രസംഗത്തിൽ വിശുദ്ധ പെലേജിയയെ കുറിച്ച് പറയുന്നുണ്ട്. വിശുദ്ധ പെലേജിയ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സുന്ദരിമാരിൽ ഒരാളായിരുന്നു. അവൾ ഒരു നാടക നടിയായിരുന്നു. വെറും നാടക നടിയല്ല, പുരുഷന്മാരെ വലിയ പ്രലോഭനം നൽകി വ്യാമോഹിപ്പിച്ച് പാപത്തിൽ വീഴിച്ചുകൊണ്ടിരുന്ന വലിയ ഒരു പാപിയായിരുന്നു പെലേജിയ എന്ന് പറയുന്ന നാടക നടി. പെലേജിയ സ്വന്തമാക്കാൻ വേണ്ടി അപ്പന്മാർ മക്കളെ ഉപേക്ഷിച്ചു, ഭർത്താക്കന്മാർ ഭാര്യമാരെ ഉപേക്ഷിച്ചു, വലിയ ധനവാന്മാർ കൊട്ടാരം ഉപേക്ഷിച്ചുവെന്ന് വിശുദ്ധ ക്രിസോസ്റ്റത്തിന്റെ പ്രസംഗങ്ങളിൽ നമ്മൾ കാണുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അന്ത്യോക്യ എന്ന് പറയുന്ന സ്ഥലത്ത് 8 ബിഷപ്പുമാർ ഒരുമിച്ച് കൂടി സഭയിലെ വലിയൊരു കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് റോഡിലൂടെ വലിയൊരു ബഹളം കേട്ടു. എല്ലാവരും എത്തി നോക്കിയപ്പോൾ ആകർഷകമായ വസ്ത്രങ്ങൾ അണിഞ്ഞ്, ക്യാപ്റ്റിവേറ്റിംഗ് ആയിട്ടുള്ള ഡ്രസ്സ് അണിഞ്ഞ്, പ്രലോഭിപ്പിക്കത്തക്ക തരത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് പെലേജിയ എന്ന നാടക നടി റോഡിലൂടെ നടന്നു പോകുന്നു. 100 കണക്കിന് പുരുഷന്മാർ ജയ് ജയ് പെലേജിയ, ജയ് ജയ് പെലേജിയ എന്ന് പറഞ്ഞ് പുറകിൽ എല്ലിന്റെ കഷ്ണത്തിന്റെ പുറകെ പട്ടികൾ പോകുന്നത് പോലത്തെ ഒരു കാഴ്ച. പെട്ടെന്ന് 8 ബിഷപ്പുമാരിൽ 7 പേരും തലകുനിച്ചു. ആ കൂട്ടത്തിൽ ഒരു ബിഷപ്പിന്റെ പേരാണ് ബിഷപ്പ് നോനസ്. ബിഷപ്പ് നോനസ് എന്ന് പറയുന്ന ബിഷപ്പ് മാത്രം, ഈ നോനസ് എന്ന് പറയുന്ന ബിഷപ്പ് മാത്രം തലകുനിക്കാതെ പെലേജിയായി തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് 7 ബിഷപ്പുമാരും തല ഉയർത്തിയിട്ട് പറഞ്ഞു, അയ്യോ, ബിഷപ്പ് നോനസിന്റെ ആത്മനിയന്ത്രണവും നഷ്ടപ്പെട്ടെന്നാ തോന്നുന്നത്. ദൈവമേ, പെലേജിയ ഇദ്ദേഹത്തെയും കറക്കിക്കളഞ്ഞല്ലോ. അദ്ദേഹം പെലേജിയ പോകുന്നത് നോക്കിക്കൊണ്ട് നിന്നതിന് ശേഷം അദ്ദേഹം ബാക്കി 7 ബിഷപ്പുമാരോട് ഒരു ചോദ്യം ചോദിച്ചു. പിതാക്കന്മാരെ, പെലേജിയയുടെ സൗന്ദര്യം എത്ര വലുതാണ്, അവൾ എത്ര ആകർഷണീയമാണല്ലേ. അപ്പൊ ബാക്കി 7 പേർക്കും മനസ്സിലായി ഈ പിതാവിന്റെ കാറ്റുപോയി. വീണ്ടും അദ്ദേഹം ചോദിച്ചു, പെലേജിയ എത്ര സുന്ദരിയാണല്ലേ. 3 പ്രാവശ്യം ചോദിച്ചു. ബാക്കി 7 ബിഷപ്പുമാരും അനങ്ങിയില്ല. എന്നിട്ട് ഫാദർ നോനസ് ഒരു ചോദ്യം കൂടെ ചോദിച്ചു. അത് ഇതാണ്: ലോകത്തിന്റെ അംഗീകാരം കിട്ടാൻ വേണ്ടി പെലേജിയ എന്തുമാത്രം സമയമെടുത്ത് ഒരുങ്ങിയാണ് റോഡിലൂടെ ഡ്രസ്സ് ചെയ്ത് പോയതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? വലിയവനായ ദൈവത്തിന്റെ മുമ്പിൽ വിശുദ്ധ ബലി അർപ്പിക്കാൻ നമ്മൾ എത്രമാത്രം ഒരുങ്ങിയിട്ടാണ് പിതാക്കന്മാരെ ഓരോ പ്രഭാതത്തിലും വിശുദ്ധ ബലി കണിയുന്നത്. നമ്മുടെ വിശ്വാസികൾ കർത്താവിനെ സ്വീകരിക്കാൻ എത്രമാത്രം ഒരുങ്ങിയിട്ടാണ് വരുന്നത്. അങ്ങനെ പെലേജിയയിലൂടെ ബിഷപ്പ് നോനസ് മനോഹരമായ ഒരു സന്ദേശം കൊടുത്തു. എല്ലാവരുടെ ഹൃദയത്തെ അത് സ്പർശിച്ചു. മീറ്റിംഗ് കഴിഞ്ഞു. ബിഷപ്പ് നോനസ് തന്റെ മുറിയിൽ പോയി മുട്ടുകുത്തി ആ രാത്രി മുഴുവൻ ഉറങ്ങാതെ പെലേജിയയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, പിറ്റേന്ന് പ്രഭാതത്തിൽ കത്തീഡ്രൽ പള്ളിയിൽ
ദിവ്യബലി നടക്കുമ്പോൾ പെലേജിയ അതിന്റെ മുമ്പിലൂടെ പോയി. ഏതോ ഒരു സ്നേഹം അവളെ ആകർഷിച്ചു. കുർബാനയ്ക്ക് ഏറ്റവും പുറകിൽ പോയി നിന്ന് അവളെ പരിശുദ്ധാത്മാവ് തൊട്ടു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞൊഴുകി. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ പള്ളിയുടെ പുറകിൽ കമിഴ്ന്നടിച്ചു വീണു. ആ നിലവിളി അനേക സമയം നീണ്ടു നിന്നു. കുർബാന കഴിഞ്ഞ് അവൾ ബിഷപ്പ് നോനസിനെ പോയി കണ്ടു. ആഴമേറിയ ഒരു കുമ്പസാരം അവൾ നടത്തി. പ്രിയപ്പെട്ടവരെ, ഇന്ന് അവൾ സഭയിലെ ഒരു വിശുദ്ധയാണ്. അവളുടെ ശേഷിച്ച ജീവിതം അവള് ഒരു ആശ്രമത്തിൽ ജെറുസലേമിൽ ചെലവഴിച്ചു എന്ന് ചരിത്രം പറയുന്നു. സഭയിൽ വിശുദ്ധ പെലേജിയ എന്നറിയപ്പെടുന്ന വലിയൊരു വിശുദ്ധയുടെ സംഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. ഹല്ലേലൂയ. ഈ പ്ലാസ്റ്റിക് യുഗത്തിൽ, ഈ ലൈറ്റ് വെയിറ്റ് യുഗത്തിൽ ദൈവത്തിന്റെ വചനം നമ്മളെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. കൺവേർഷൻ ഷുഡ് ബി ഡീപ്പ് ഇനഫ് ടു റിസീവ് എ ടച്ച് ഫ്രം ഗോഡ്. ദൈവത്തിന്റെ ഒരു സ്പർശനം ഏറ്റുവാങ്ങത്തക്കവണ്ണം, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നിറവിനെ നാം സ്വീകരിക്കത്തക്കവണ്ണം ആഴമേറിയ ഒരു മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. മൂന്നാമത് നമ്മൾ ചിന്തിക്കുന്നു, മാനസാന്തരം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരിക്കൽ ഒരു സഭയിലെ വ്യക്തി എന്നോട് തർക്കിക്കുവാനായിട്ട് ഇങ്ങനെ പറഞ്ഞു, ഡോക്ടർ ജോൺ, നമ്മൾ ഒരിക്കൽ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ മാനസാന്തരപ്പെടേണ്ട കാര്യമേ ഇല്ല. നമ്മുടെ പേര് സ്വർഗത്ത് എഴുതപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ പിന്നെ മാനസാന്തരപ്പെടേണ്ട. യേശുവിൽ വിശ്വസിക്കാത്ത വിജാതീയരാണ് മാനസാന്തരപ്പെടേണ്ടത്. ഞാൻ ആ സഹോദരന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, താങ്കൾ ബൈബിൾ വായിച്ചിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഒരു 15 തവണയിലധികമെങ്കിലും ഞാൻ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വായിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സഹോദര, താങ്കൾ വെളിപാട് പുസ്തകം വായിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെളിപാട് പുസ്തകത്തിൽ കർത്താവായ യേശു ക്രിസ്തു യോഹന്നാന് പ്രത്യക്ഷപ്പെടുമ്പോൾ 7 സഭകൾക്കുള്ള ലേഖനം എഴുതുന്നുണ്ട്. 2 സഭകളെ മാത്രമേ പുകഴ്ത്തുന്നുള്ളൂ, കുറ്റം പറയുന്നില്ല. സ്മിർനായിലെ സഭയും ഫിലാഡൽഫിയാലെ സഭയും. ബാക്കി 5 സഭകളെയും കർത്താവ് രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിട്ട് പറയുകയാണ്, മാനസാന്തരപ്പെടുവിൻ. എഫേസോസിലെ സഭയോട് പറയാണ്, ആദ്യ സ്നേഹം കൈവിട്ട് കളഞ്ഞ സഭയിലെ മക്കളെ മാനസാന്തരപ്പെടുവിൻ. പെർഗാമോസിലെ സഭയോട് പറയാണ്, കോംപ്രമൈസ് ചെയ്ത് ജീവിക്കുന്ന ക്രിസ്ത്യാനികളെ മാനസാന്തരപ്പെടുവിൻ. തിയത്തീറയിലെ സഭയോട് പറയാണ്, കള്ളപ്രവാചകനെ കൊണ്ട് പ്രസംഗിപ്പിച്ച സഭയെ മാനസാന്തരപ്പെടുവിൻ. സാർദീസിലെ സഭയോട് പറയാണ്, മരിച്ച സഭയെ മാനസാന്തരപ്പെട്ട് എഴുന്നേറ്റ് വരുവിൻ. ലവോദീക്കയിലെ സഭയോട് പറയാണ്, മന്ദോഷ്ണത ബാധിച്ച സഭയെ എഴുന്നേറ്റ് വരുവിൻ. കാണുക, 5 സഭകളോടും പറയാണ് മാനസാന്തരപ്പെടുക. ഇത് വായിക്കുമ്പോൾ എനിക്ക് ചിരിയും കരച്ചിലും ഒരുപോലെ വരുന്നു. കാരണം എന്താണെന്നറിയാമോ? 2000 കൊല്ലത്തിന് മുമ്പ് സഭയുടെ അവസ്ഥ ഇതാണെങ്കിൽ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് ഇത് കേൾക്കുന്ന സകലരും ചിന്തിക്കണം. 2000 വർഷങ്ങൾക്ക് മുമ്പ് 12ാമത്തെ അപ്പോസ്തലനായ യോഹന്നാൻ മരിച്ചിട്ടില്ല. അദ്ദേഹം ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ 5 സഭകളിലെ മനുഷ്യരും യേശു ക്രിസ്തുവിൽ നിന്ന് ബഹുദൂരം അകന്നുപോയി പാപത്തിലും പാപത്തിന്റെ പിടിയിലും കഴിഞ്ഞു എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുമ്പോൾ 2000 വർഷങ്ങൾക്ക് ഇപ്പുറം സഭ എന്തുമാത്രം, ദൈവമക്കൾ എന്തുമാത്രം ദൈവത്തിൽ നിന്ന് അകന്നു എന്ന് ചിന്തിക്കണം. അഭിമാനിക്കാനും പുകഴാനും നമുക്കൊന്നുമില്ല. നാം സത്യസന്ധരാണെങ്കിൽ ദൈവത്തിന് മുമ്പിൽ നമ്മൾ കമന്നടിച്ച് താഴെ വീഴും. 4, മാനസാന്തരം സാധ്യമാണ് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. പ്രഭാഷകന്റെ പുസ്തകം 15:15, മനസ്സ് വച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. പ്രിയപ്പെട്ടവരെ, സഭയിലെ ഒരു വിശുദ്ധന്റെ പേരാണ് വിശുദ്ധ ജൈൽസ്. അദ്ദേഹം ഒരു മന്ത്രവാദിയായിരുന്നു. സാത്താനെ ആരാധിച്ചിരുന്ന വ്യക്തിയായിരുന്നു. സാത്താൻ അദ്ദേഹത്തിന്റെ മുറിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നു. അത്രമാത്രം പിശാചുമായിട്ട് അദ്ദേഹം ചേർന്ന് നടന്നിട്ടും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മാനസാന്തരം സാധ്യമായെങ്കിൽ, മന്ത്രവാദി വിശുദ്ധനായെങ്കിൽ, നിങ്ങൾ ഓർക്കണം, സാധാരണക്കാരനല്ല, മന്ത്രവാദി വിശുദ്ധനായി എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ആ മന്ത്രവാദിയുടെ പേരാണ് വിശുദ്ധ ജൈൽസ്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വചനം വ്യക്തമായിട്ട് പറയാണ്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ 2 വ്യക്തികളെ കൊണ്ടുവരികയാണ്. ഒന്നാമത്തെ ആള് പത്രോസ്, രണ്ടാമത്തെ ആള് യൂദാസ്. 2 പേരും ഒരേപോലത്തെ തെറ്റ് ചെയ്തു. എങ്കിലും യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ മുഖത്തേക്ക് നോക്കി പത്രോസ് മാനസാന്തര അനുഭവത്തിലേക്ക് കടന്നു വന്ന